മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ മഞ്ജുവിനോട് അടുക്കളപ്പണിയൊന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഏടത്തിയും ഏട്ടനും കുഞ്ഞോട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറുമെന്നൊക്കെ പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ വഴക്കിടുകയാണ്. അമ്മയെ തീരെ വിശ്വാസമില്ലെന്നൊക്കെ പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, ഏത് സമയം നോക്കിയാലും അമ്മയാകാൻ പോകുന്ന നീ അമ്മയെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ എന്നൊക്കെ. ഇത് കേട്ട് ദുർഗ പറയാണ്, സാരില്ല മോളെ, ഇനിയിപ്പോ ഞാനൊന്നും പറയുന്നില്ല, എന്താന്ന് വെച്ചാൽ മഞ്ജുവിന്റെ ഇഷ്ടം പോലെ ആയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ മഞ്ജുവിനോട് മഹി പറയുന്നുണ്ട്, ദേ നോക്ക്, അമ്മ കുറച്ച് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ, അതുകൊണ്ട് വെറുതെ കുത്തിനോവിക്കാൻ നിൽക്കണ്ട. അതെ എടുത്തി, അച്ഛന്റെ മരണം ആ വാമദേവന്റെയും പ്രതാപന്റെയും കൈകൊണ്ടാണ് നടന്നത് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു ഷോക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റം യഥാർത്ഥത്തിലാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇവർക്കൊപ്പം ഞാനും കുറെ കാലം ഉണ്ടായിരുന്നതാണല്ലോ, അതുകൊണ്ട് ഇവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ മഞ്ജു പറയുന്നു. എന്തായാലും ഞാൻ ഓണം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും പോകുന്നുള്ളൂ. അതിനു മുൻപേ അമ്മയുടെ മാറ്റം സത്യമാണോ അല്ലേ എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം മഹിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് തിരികെ പോകുന്നു. അങ്ങനെ പ്രതാപനാണെങ്കിൽ മോഹിനി ക്ഷേത്രത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പതിവ് പോലെയുള്ള ആ ഒരു വൃത്തികെട്ട ഡയലോഗ് അടിക്കുകയാണ്. ഇവിടെ നിന്നും അപ്സരച്ച് ചെന്നില്ലെങ്കിൽ ക്ഷേത്രത്തിലെ ദൈവത്തിനും അതുപോലെ അതിനെ പൂജിക്കുന്ന പൂജാരിക്കും ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. ദേ നിങ്ങളുടെ വായിൽ നിന്നും ഇതുപോലെയുള്ള വാക്കുകൾ മാത്രമേ വരത്തുള്ളൂ, നല്ലതൊന്നും വരില്ലേ മനുഷ്യ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എടി ഞാനൊരു ജയിൽ പുള്ളിയല്ലേ, എന്തായാലും ഇവിടെ ഒരു ആണൊരുത്തം വേണ്ടതില്ലേ, നിന്നെ കണ്ട കല്യാണ പ്രായം ആയിട്ടുള്ളതെന്ന് തോന്നുള്ളൂ, അത്രയ്ക്കും യുവത്വം തുളുമ്പി നിൽക്കുകയല്ലേ, എന്തായാലും നീ ഒന്ന് കെട്ടിക്കോ, ആ പൂജാരി തന്നെ കെട്ടിക്കോ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് മോഹിനി പറയണം, ഇതിനൊന്നും മറുപടി പറയാനായിട്ട് എനിക്ക് കഴിയില്ല, കാരണം നിങ്ങളും ഞാനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം അവിടേക്ക് മുത്തശ്ശി വരുന്നുണ്ട്. എന്താടാ ഒരു വഴക്ക്? ഏയ് പതിവ് പല്ലവി തന്നെയാ. ആ എന്തായാലും കാര്യങ്ങൾ എന്തായി? ആ ദേവരാജൻ ഇപ്പോഴും കിടപ്പിൽ തന്നെയാണോ? ആ ദേവരാജന്റെ അമ്മ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരൊപ്പിക്കുന്ന ലക്ഷണമൊന്നുമില്ല. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവളുടെ മകളെ വിഷം ചേർത്ത പാല് കുടിച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവളുടെ കൊച്ചുമോൾക്ക് എന്തോ ഒരു ദിവ്യശക്തി ഉണ്ടെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ആ ദേവരാജന്റെ ഇപ്പോ മൂർഖമ്പാമ്പ് കൊത്തിയിട്ടും ആശുപത്രിയിലും അങ്ങനെയുള്ളപ്പോൾ സൂക്ഷിക്കണം. ഇതിനു മുന്നേ നമ്മളൊരു സന്യാസിയെ കള്ളവേഷത്തിൽ വിട്ടയച്ചതാണല്ലോ, എന്നിട്ട് എന്താ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതാ ദേവരാജന്റെ അമ്മേ കളവ് പറഞ്ഞതാ, അതിലുള്ള ശിക്ഷയായിട്ടാ ആ ദേവരാജൻ ഇട്ടൊരു കൊത്ത് കിട്ടിയത്. എടാ അങ്ങനെയല്ല, ആ ദേവരാജനെ കൊത്തിയ ദിവസം ഇവിടെ പറമ്പിലെ ഒരു മൂർഖൻ പത്തി വിടർത്തി നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇതുവരെയും ഇവിടെയൊന്നും പാമ്പ് കണ്ടിട്ടില്ലടാ, അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാ, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, അതുപോലെ ചേരയായിരിക്കും. അല്ലെന്നേ ഞാൻ കണ്ടതാ, ചേര എന്താ പത്തി വിടർത്തി നിൽക്കുമോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ ചേരപ്പാമ്പും പത്തി വിടർത്തുന്ന കാലാണല്ലോ, അത് നമുക്ക് മനസ്സിലായതല്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മുടെ മോള് അവളെ ദ്രോഹിക്കാവുന്നതിലപ്പുറം ദ്രോഹിച്ചു കഴിഞ്ഞു. സ്റ്റെപ്പിൽ നിന്നടക്കം ഗർഭിണിയായിട്ടുള്ള മഹാലക്ഷ്മി തള്ളി താഴെയിട്ടു, എന്നിട്ടും അവൾക്കും അവളുടെ കുഞ്ഞിനും ഒന്നും സംഭവിച്ചില്ല. നമുക്ക് അവളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോടാ എന്നൊക്കെ പറയുമ്പോൾ അമ്മേ ഈ ഓണത്തിന് മുമ്പായിട്ട് ഉറപ്പായിട്ടും അതിനൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ നടന്നത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഉച്ചഭാവത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അനന്തുവാണെങ്കിൽ ഓണാഘോഷത്തിന്റെ തുടക്കമായിട്ട് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടുകയാണ്. അവിടേക്ക് ലേഖ വരുന്നുണ്ട്. ഇതേ കണ്ടോ, നമ്മളെ കഴിഞ്ഞ കൊല്ലം എവിടെയായിരുന്നു ഓണാഘോഷം എന്നുള്ള കാര്യം അറിയാലോ, തോമസ് സാറിന്റെ വീട്ടിലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇവിടെ വെച്ച് എല്ലാവരും സന്തോഷത്തോടെ ഓണാഘോഷിക്കും. എന്നാലും എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല അനന്തേട്ടാ. അതെന്താടി അങ്ങനെ പറഞ്ഞേ? അല്ല, ഓണം കഴിഞ്ഞാൽ കുഞ്ഞ് അങ്ങോട്ട് പോവുമല്ലോ. വെറുതെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, നീ ഇങ്ങോട്ട് വന്നേ, ഊഞ്ഞാലാടിക്കാന്നൊക്കെ പറഞ്ഞോട് ലേഖയും ഇരുത്തിക്കൊണ്ട് അനന്തുവാണെങ്കിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അവളെ ഉപദേശിക്കുന്നുണ്ട്, ഈ ലോകത്ത് ആരും ആർക്കും സ്വന്തമല്ല ലേഖയെ, അത് നീ ആദ്യം മനസ്സിലാക്കുക. പിന്നെ കണ്ണനും മഹാലക്ഷ്മി കുഞ്ഞിനെ നമുക്ക് ആവോളം സ്നേഹിക്കാനും ലാളിക്കാനും വിട്ടു തരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമല്ലേ. ഇപ്പോ ഒന്ന് ഓർത്തു നോക്കിയേ, ആ കരുണ രണ്ടാമത്തെ പ്രാവശ്യമാണ് അമ്മയാകാൻ പോകുന്നത്. അവൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? അവളുടെ സന്തോഷം കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞിന്റെയും തകർച്ചയാണ്. അങ്ങനെയുള്ള നമുക്ക് ഇതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് ലേഖയെ ആശ്വസിപ്പിക്കുകയാണ്. ശേഷം ദുർഗയാണെങ്കിൽ കുഞ്ഞ് ഇവിടെ നിന്നും പോകുന്നതിന്റെ വിഷമത്തിലാണ്. കുഞ്ഞുമായിട്ട് മഞ്ജു താഴേക്ക് വരുമ്പോൾ മോളെ ഒന്ന് എടുക്കാൻ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ദുർഗ ചെല്ലുകയാണ്. എടുക്കാൻ തരുന്നതൊക്കെ ശരി, പക്ഷെ കുഞ്ഞിനെ താഴെ ഇട്ടേക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ സങ്കടം വരികയാണ്. എന്നിട്ടും മഞ്ജു കുഞ്ഞിനെ കൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഹിയും കണ്ണനും താഴത്തേക്ക് വരികയാണ്. ഞങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ഫിനാൻഷ്യസിലേക്ക് പോകും. അപ്പോൾ ലേഖയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ മതി എടുത്തി, കുഞ്ഞിനൊരു 1.5 വയസ്സാകുന്നത് വരെ അതായിരിക്കും സേഫ്. ആ എന്തായാലും ലേഖ ഇവിടെ നിർത്താൻ വിടില്ല, അത് പിന്നെ അറിയാലോ അവളുടെ സ്വഭാവം എന്നൊക്കെ കണ്ണൻ പറയണം. ഈ സമയം മഞ്ജു പറയുന്നുണ്ട്, ആ എന്തായാലും കുഞ്ഞിവിടെ ഉള്ളപ്പോ ഞങ്ങളിവിടെ ഇടയ്ക്ക് നിരക്ക് വന്ന് നിൽക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോൾ സാഗർ എന്തായാലും കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുകയാണ്. തോമസ് സാറിന്റെ അനുവാദം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ നിനക്ക് എന്തിനാണ് മറ്റൊരു വീട്, ഇവിടെ വന്ന് താമസിച്ചോടെന്ന് ചോദിക്കുകയാണ്. അല്ല, ലേഖയും ലേഖേച്ചിയും അനന്തുവേട്ടനെയും ഇങ്ങോട്ട് വരാൻ പറ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാലോ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട്
കണ്ണം പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കോമ്പൗണ്ടിൽ ഒരു വീട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാനായിട്ട്. അങ്ങനെ ദുർഗ പറയാണ്, അതെന്തിനാടാ അങ്ങനെ? ഇവിടെ വന്ന് താമസിച്ചോടെ? അല്ലെങ്കിലും അനന്ത് ചെറുപ്പത്തൊക്കെ ഇവിടെ തന്നെ ആയിരുന്നല്ലോ. ആ, നോക്കട്ടെ അമ്മേ, എല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കാം എന്നൊക്കെ പറയണം. ഇനിയിപ്പോ കുഞ്ഞുമായിട്ട് എപ്പോഴും ഇങ്ങോട്ട് വരിക? അമ്മേ, ഓണം അവിടെ ഇരിക്കും. ഓണം കഴിഞ്ഞ് എന്തായാലും ഇങ്ങോട്ട് വരും. അമ്മയ്ക്ക് ഓണത്തിന് അങ്ങോട്ട് വന്നോടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, എന്റെ സ്വന്തം മോൾക്ക് എന്റെ സാമീപ്യം ഇഷ്ടമല്ല. പിന്നെയാണോ ലേഖയ്ക്കും അനന്തുവിനും. ഞാൻ എന്തായാലും ആ ഒരു ഫംഗ്ഷൻ കൊളാക്കാനായിട്ട് അങ്ങോട്ടില്ല. നിങ്ങൾ ആഘോഷിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും യാത്രയാക്കുകയാണ്. എന്നിട്ട് കാറിന്റെ അടുത്തേക്ക് കുഞ്ഞുമായിട്ട് പോകുന്നുണ്ട്. ഈ സമയം മഞ്ജു മഹിയോട് ചോദിക്കുന്നുണ്ട്, അല്ല, ആ രണ്ടസുരന്മാരോടും പറഞ്ഞില്ലേ യാത്ര? പറഞ്ഞതോ? എന്നിട്ട് എന്താ താഴേക്കൊന്നും കണ്ടില്ല? ആ, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. അങ്ങനെ മഹിയാണെങ്കിൽ ദുർഗയോട് പറയണം, അവളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അമ്മയാകാൻ പോകുന്ന കൂട്ടത്തിലാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിനൊന്നും ഞാൻ കുറവ് വരുത്തുന്നില്ല മോളെ, എല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അവൾ വന്ന് എടുത്തു കഴിച്ചാൽ മാത്രം മതിയെന്നും ദുർഗ പറയുന്നു. അങ്ങനെ സന്തോഷത്തോടെ മഹിയെയും കണ്ണിനെയും കുഞ്ഞിനെയും യാത്ര അയക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് മുകളിൽ സന്തോഷത്തോടു കൂടിയിട്ട്, അതായത് മഹിയും കുഞ്ഞും കണ്ണനും പോകുന്നത് കണ്ട് വളരെ ആകാംക്ഷയോടുകൂടി സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് കരുണ. പെട്ടെന്നാണ് മഞ്ജു മുകളിലേക്ക് നോക്കുന്നത്. ഈ സമയം ദുർഗയും ആ കാഴ്ച കാണുന്നുണ്ട്. മഞ്ജു നോക്കുന്നത് അറിയുന്ന കരുണ വേഗം തന്നെ അങ്ങോട്ട് മാറിപ്പോവുകയാണ്. കണ്ടില്ലേ അവളുടെ സന്തോഷം, അവൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദുർഗ പറയണ്, എനിക്കും അത് തന്നെ സംശയം. അമ്മയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ലമ്മേ. മോളെ, എന്നെ വിശ്വസിച്ചേ മതിയാകൂ. ഇവളെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനും സ്നേഹിക്കാനും എനിക്ക് കഴിയില്ല. അതിനിപ്പോ എനിക്ക് മറ്റാരെയും ബോധിപ്പിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം അനന്തുവിന്റെ വീട്ടിലാവട്ടെ ലേഖയാണെങ്കിൽ എന്താ കുഞ്ഞിനെയും കൊണ്ട് അവർ ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ, ഇപ്പൊ വരുമെന്നേ. അങ്ങനെ പെട്ടെന്നാണ് കാറിന്റെ സൗണ്ട് കേൾക്കുന്നത്. ദേ, നീ കാത്തിരുന്നവർ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു ആണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. വേഗം തന്നെ ലേഖ കുഞ്ഞിനെ വാങ്ങുക. എന്തായി, കാത്തിരിപ്പ് അവസാനിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കണ്ണൻ. ആ, രാവിലെ തന്നെ കെട്ടി ഒരുങ്ങി നിൽക്കുക കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. അത് പിന്നെ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണല്ലോ പോയിരിക്കുന്നത്. ഒരു സമാധാനവും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ലേഖ പറയുകയാണ്. ദേ, അമ്മ ഒരുപാട് മാറി. അമ്മയ്ക്ക് ഇപ്പൊ ഞങ്ങളോടൊക്കെ ഒത്തിരി സന്തോഷവും സ്നേഹമൊക്കെ ആണെന്ന് പറയുമ്പോൾ അഭിനയിച്ച് തകർക്കാൻ അവരെ കഴിച്ചിട്ടല്ലേ ആളുകളുള്ളൂ. അല്ല ലേഖയെ, അമ്മയ്ക്ക് ഇപ്പൊ യഥാർത്ഥ സ്നേഹം തന്നെയാണ്. കരഞ്ഞു കുഞ്ഞിനെ കണ്ടപ്പോ. ആ, അത് തന്നെയാ പറഞ്ഞത്. പിന്നീട് നിങ്ങളെ തിരിഞ്ഞ് ആഞ്ഞു കൊത്തുമെന്നൊക്കെ ലേഖ പറയണം. അങ്ങനെ അനന്ത് പറയുന്നുണ്ട്, ദേ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ലേഖയെ, നീ കുഞ്ഞിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെന്ന് നോക്കുന്നു പറഞ്ഞുകൊണ്ട് അനന്ത് വേണമെങ്കിൽ മഹിയെയും കണ്ണനെയും വിളിച്ച് ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ദേ നോക്ക്, ഓണത്തിന്റെ മുന്നോടിയായിട്ട് ഇതാ ഒരു ഊഞ്ഞാല് കെട്ടി. ഇനി ഭാര്യയും ഭർത്താവും അതിൽ കയറിയിരുന്നേ, ഞാനൊന്ന് ആട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്ത് വേണമെങ്കിൽ അവരെ കയറ്റിയിരുത്തി ആട്ടി കൊടുക്കുന്നുണ്ട്. ഈ സമയം ലേഖയാണെങ്കിൽ കുഞ്ഞിനോട് പറയാണ്, അമ്മയും അച്ഛനെയും ഊഞ്ഞാലാടുന്നു കണ്ടേ, നമുക്ക് അങ്ങോട്ട് പോവാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഊഞ്ഞാലാടുന്നിടത്തേക്ക് വരികയാണ്. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, എടാ മതിയടാ, ഞാൻ എന്തായാലും മഹിയെ ആട്ടിക്കൊടുക്കാം. അങ്ങനെ കണ്ണനും മഹിയും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ ലേഖ വീണ്ടും വിഷമത്തിലാവുകയാണ്. ഈ സമയം അനന്ത് ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? അല്ല, ഓണം ഓണം വരികയാണെന്നൊക്കെ പറയുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷെ കുഞ്ഞുമായിട്ട് അവര് പോവില്ല അനന്ത് ഏട്ടാ, അതാ എനിക്ക് വിഷമം. അതെ, അവരിപ്പോ ഫിനാൻഷ്യസിലേക്ക് പോവുകയാണ്. ഏകദേശം വരാനായിട്ട് ലേറ്റ് ആവും. മഹിയും കണ്ണനും ഒരുപാട് ബിസിയാ. ഓണായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് വർക്ക് തിരക്കുകളുണ്ട്. അങ്ങനെയുള്ളപ്പോ മിക്ക ദിവസങ്ങളിലും കുഞ്ഞ് നമ്മുടെ അടുത്തായിരിക്കും. എന്തിനാ നീ വിഷമിക്കുന്നത്? നമ്മളെയല്ലേ കുഞ്ഞ് കൂടുതലും കാണാൻ പോകുന്നത്. ഇത്രയും സൗജന്യം അവർ ചെയ്തു തന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലേഖ വീണ്ടും ഒന്ന് കൂളാവുകയാണ്. ശേഷം ജാനമ്മയാണെങ്കിൽ പതിവ് പോലെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അവിടേക്ക് മരുമകളാണെങ്കിൽ ഒന്ന് നിന്നേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ദേ, ആരാന്റെ മക്കളോട് സ്നേഹം കാണിക്കാത്ത സ്വന്തം മകനോട് സ്നേഹം കാണിക്കാൻ നോക്ക്. എന്താണ് ഇതി പറഞ്ഞു വരുന്നത്? ആ പ്രതാപനുണ്ടല്ലോ, അയാൾ അത്ര ശരിയല്ല, അറിയാലോ. അതുകൊണ്ട് അയാൾ പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മയെ ഭീഷണിപ്പെടുത്തണം ആ മരുമകള്. ഈ സമയം ജാനമ്മയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിളിയൻ എപ്പിസോഡ്.